ആഹാ, എന്താ ഒരു ഭംഗി! ഇതാണ് നമ്മൾ ഒരു രാജ്യത്തിൽ നിന്നും ഒരു രാജ്യത്തിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച. എൻ്റെ അമ്മേ, എത്രയോ 1200 മീറ്റർ ഹൈറ്റിലാണ് ഈ മനുഷ്യൻ ഈ ഒരു വള്ളിമ നടന്നു പോകുന്നത്. സമ്മതിച്ചിരിക്കുന്നു ചേട്ടാ. വാവ്! ഹലോ ഫ്രണ്ട്സ്, ഞാൻ ജിജോ വാളുക്കരൻ. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ ഒരു രസകരമായ സ്ഥലമാണ്. വേറൊന്നുമില്ല, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിലും മറ്റൊരു രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറ്റലിയിലെ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അതായത് ഒന്ന് സാൻ മരീനോ, അതോടൊപ്പം തന്നെ വത്തിക്കാൻ. ഇതിൽ സാൻ മരീനോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് പറയുന്നത്, ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇറ്റലിയെ കാണാൻ പോവാണ്. ഇത് ചെറിയൊരു രാജ്യമാണ്, ഒരു സാൻ മരീനോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ മറ്റ് ഭാഗങ്ങളാണ് കാണുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. കണ്ടോ, മലനിരകൾ, പച്ചപ്പേറി, എന്ത് ഭംഗിയാണ് നോക്കുക. ഇനി അതുപോലെ ഒപ്പം തന്നെ അത് നോക്കുക, അങ്ങോട്ട് നോക്കുക, നല്ല നല്ല രസമല്ലേ എല്ലാം. ഇതിനെ കുറിച്ച് ഹിസ്റ്ററി ഒരുപാട് പറയാനുണ്ട്. എല്ലാ ഹിസ്റ്ററിയൊന്നും നമുക്ക് അറിയില്ല. എന്നിരുന്നാലും ഞങ്ങൾ ഇതിനെ അറിയാവുന്ന രീതിയിലൊക്കെ ഞങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഇത് നോക്കുക, ഇതിൻ്റെ അടിഭാഗം നോക്കുക, ഇതും ഇറ്റലിയാണ് കേട്ടോ. അതിന് കടൽ, ഈ കാണുന്ന മലനിരകളെല്ലാം ഒരു കടലെവിടെ? അത് കടലാ. കടലുണ്ടോ? ഇതിന്റെ അപ്പുറത്ത് മുഴുവൻ കടലാ. ഓക്കെ. ആ കാണുന്നത് അങ്ങേറ്റത്ത് കാണുന്നത് എല്ലാം കടലാണ് കേട്ടോ. അതിന്റെ ഇപ്പുറത്ത് ഒരുപാട് നോക്കുക, അതിസുന്ദരമായ ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ നമ്മള് ഇറ്റലിയിലെ സാൻ മരീനോ എന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, രാജ്യത്തോട്ട്. യെസ്. അപ്പൊ ഈ സാൻ മരീനോ എന്ന രാജ്യം ഇപ്പൊ എവിടെയാ? ഇറ്റലിയില്. അതെ, ഇറ്റലിയിൽ തന്നെ വേറൊരു രാജ്യം, ഇറ്റലിന്റെ ഉള്ളിലുള്ള വേറൊരു രാജ്യം, വത്തിക്കാനൊക്കെ പോലെ. അപ്പൊ ആ രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, രാജ്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 33,000 ആണ്. അപ്പൊ അതായത് AD 300 തൊട്ട് ഒരു റിപ്പബ്ലിക് ആയിട്ട് തുടരുന്ന ഒരു രാജ്യമാണ്, സോവറിൻ റിപ്പബ്ലിക് ആയിട്ട്. അതായത് പണ്ടത്തെ കാലത്ത് സാൻ മറീനോ എന്ന് പറഞ്ഞ ഒരാള് ഈ എന്താ പറയാ ദിയോഷെറിറ്റിയൻസോ അങ്ങനെ എന്തോ ഒരു പറഞ്ഞൊരു ഗ്രൂപ്പും ക്രിസ്ത്യൻസും തമ്മിലുള്ള ഒരു പവറിന്റെ ഒരു പിടിപാട് ഉണ്ടായി. ആ സമയത്ത് ഇവരെ എക്സിക്യൂട്ട് ചെയ്യാൻ ഓർഡർ കിട്ടും. അങ്ങനെ ഇവര് രക്ഷപ്പെട്ട് ഓടി വന്ന സ്ഥലമാണ് ഈ സാൻ മറീനോ എന്ന് പറയുന്നത്. അത് റോമൻ എംപയറിന്റെ കാലത്ത്, റോമൻ എംപയറിന്റെ സമയത്ത്. പക്ഷെ അന്ന് തൊട്ട് ഇതൊരു സോവറിൻ റിപ്പബ്ലിക് ആയിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ വരുമാനം എങ്ങനെയായിരിക്കും? 60% ഇവർ പറഞ്ഞത് ടൂറിസത്തിൽ നിന്നാണ് ഇവരുടെ വരുമാനം. ഈ ഒരു പ്രത്യേകത കാരണം ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഇത് നമ്മളിവിടെ പാർക്ക് ചെയ്യുന്നത് 7ാമത്തെ പാർക്കേജിലാണ്. അതെ അതെ. അതുപോലെ 1, 2, 3, 7ാമത്തെ പാർക്കേജിലാണ്. പക്ഷെ അവിടെ തന്നെ നമുക്ക് വണ്ടി ലാസ്റ്റ് സ്പോട്ട് ഇത് കിട്ടിയ പക്ഷെ ഇവിടെ റേറ്റ് കുറവല്ലേ? റേറ്റ് കുറവാണ്. പൊതുവെ ഇറ്റലിനെ കമ്പയർ ചെയ്യുമ്പോൾ ടാക്സ് കുറവായതുകൊണ്ടായിരിക്കും ഇപ്പൊ പെട്രോളിനും ഡീസലിനൊക്കെ ഇവിടെ വില കുറവായിട്ടാണ്. ഡീസൽ വില കുറവാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോകണം. അതെ, അങ്ങനെ ആവട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു തോറ, ഇറ്റാലിയൻ പറയുന്നത്. അതുപോലെ തന്നെ അതില്ലെങ്കിൽ ആദ്യത്തെ ഒരു ടവറിലേക്കാണ് നമ്മൾ. 3 ടവറുണ്ട്. അതിൻ്റെ ആദ്യത്തെ ടവറിൻ്റെ ഉള്ളിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇതിന് നമ്മൾ 3 ടവറും കൂടിയാണെങ്കിൽ നമുക്ക് ഇത്തിരി 3 ടവറിന് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ആകെ 2 ടവറിന് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഓക്കെ. 2 ടവറിന് ഒരു സ്കോന്തോ ഓഫർ വെച്ചത് 650. ഇപ്പൊ 24 യൂറോ മറ്റേ ഞങ്ങൾ കൊടുത്തു ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ആദ്യത്തെ ടവറിലേക്ക് പോവുകയാണ്. ഇതെന്താണ്? പക്ഷെ ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല പനോരമിക് ആയിട്ടുള്ള സീനുകളാണ് കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുന്നത് ഇറ്റലിയിലേക്കാണ്. അതാണ് പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രാജ്യം. നമുക്ക് അവിടെ ചെന്നിട്ട് ഒരാൾ, ഞാൻ പറഞ്ഞില്ല റോപ്പ് മേഖല നടന്നു വരുന്നുണ്ടെന്ന്, അതൊക്കെ അവിടെ നിന്ന് നോക്കാം നമുക്ക്. എനിക്ക് താഴേക്ക് നോക്കിയാൽ തല കറങ്ങും. അവിടെ നിന്നെടുത്താൽ മതി. ജിജോ വേഗം പോയി.
അപ്പൊ കണ്ടില്ലേ, അയാൾ നടന്നു പോയത് കണ്ടില്ലേ? എന്നെ സംബന്ധിച്ച് പറ്റില്ല, അത് നമുക്ക് ചിന്തിക്കാനും പറ്റുന്നില്ല. കാരണം ഇവിടെ നിന്ന് ഞാൻ താഴേക്ക് നോക്കുമ്പോൾ തലറങ്ങാണ്. അതാണ് ഇവിടുത്തെ ആളുകളുടെ ധൈര്യം എന്ന് പറയുന്നത്. അതന്നെ. പിന്നെ ഇത് ഒരു പാഷൻ അതല്ല, ഇത് എത്രയോ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണെന്ന് ഇത് ഓർക്കണം. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ജയിലിലേക്കാണ്. ഇവിടുത്തെ തടവറ അല്ലേ? ഈ നമ്മൾ തടവറയുടെ ഉള്ളിലേക്ക് പോകണം. എത്ര മുറികളുണ്ട്? 3. ഇപ്പം നിലവിൽ ഇതിനകത്ത് 3 മുറികളുണ്ട്. ആ മുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ മെയിൻ വാതിൽ കടന്ന് ഓരോ മുറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഒരു ജയിൽ മുറിയിലാണ് നിൽക്കുന്നത്. ജയിൽ മുറിയുടെ ചെറിയൊരു വാതിൽ, അതോടൊപ്പം തന്നെ അപ്പുറത്തെ ചെറിയൊരു ജനല്, ഒരു അല്പം വായു കിട്ടും. ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ ജനലിൽ കൂടെ ഇങ്ങനെ നോക്കിയിരുന്ന് കാഴ്ച കണ്ടിരിക്കാം. അപ്പുറത്ത് വേറെ എന്ത് നടക്കുന്നു എന്നൊന്നും ഒരു രൂപമില്ല. അപ്പൊ എന്താ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ അനുരാജേ, അവിടെ പണ്ടത്തെ വെടിക്കോപ്പുകൾ എന്ന് വെച്ചാൽ എന്താ, പീരങ്കി അല്ലേ? പീരങ്കി ഉണ്ട്. നമുക്ക് അതിനകത്ത് കേടുന്ന പൊട്ടിച്ചാലോ? പിന്നെന്താ, അതിനങ്ങോട്ട് തള്ളിവിടാം. തള്ളിവിടാം. ഫ്ലൈ ഓവർ. പക്ഷെ ഇവിടത്തെ ഉണ്ടല്ലോ, ഇവിടെ ഈ അടിമകളുണ്ട്, അവരെ കൊണ്ട് പണിയിപ്പിച്ച പണികള് സൂപ്പർ പണികളാണ് അല്ല? ഇന്നും അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. ഇപ്പൊ റോമിലതാണെങ്കിൽ പോലും വത്തിക്കാനിൽ പണിയിപ്പിച്ച ആ കല്ലൊക്കെ കൊണ്ടുപോയത് അടിമകളായിരുന്നു. പക്ഷെ ഇവരെ ഇതുവരെ ആർക്കും കോൺകർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ സാൻ മറീനോ എന്ന് പറഞ്ഞ രാജ്യം ഇതുവരെ വേറൊരാളുടെ കീഴിലായിട്ടില്ല. അത് തന്നെ. ഇപ്പോഴും അവരുടെ എന്താ പറയാ, സോവറിനിറ്റി അവര് സൂക്ഷിക്കുന്നു. നെപ്പോളിയൻ ഇറ്റലി മുഴുവൻ കീഴടക്കിയ സമയത്തും അയാൾ സാൻ മറീനോനെ വെറുതെ വിട്ടു. സാൻ മറീനോനെ ഒരു രാജ്യമായിട്ട് തന്നെ കണക്കാക്കാന്ന് തീരുമാനിച്ചു. അപ്പൊ നമ്മൾ ഒരു ടവർ കണ്ടു. ആദ്യത്തെ ടവർ കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ടായി ടവർ? വളരെ നല്ലായിരുന്നു. ചെറിയൊരു ടവറായിരുന്നു, പക്ഷെ കൊള്ളാം. അവിടെ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഹൈറ്റ് എത്രയാണോ? ഈ ടവറിന്റെ പേര് എന്നിട്ടാ? ഏത്? ഗോയിത്ത ഒരു ടവർ. വാച്ചിങ് എന്നുള്ള വാച്ച് ടവറിന്റെ ഒരു ഇറ്റാലിയൻ ഡയലക്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അയാൾ അതുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇയാൾ ഈ പടം വരച്ചാണ് ജീവിക്കുന്നത്. അയാൾ വരച്ച പടങ്ങളാണ് ഈ കാണുന്നത്, ജീവനുള്ള പടങ്ങളാണ്. അതന്നെ ശരിക്കും ഞാൻ നാച്ചുറലായിട്ട് സാൻ മറീനോയുടെ ഓരോ തുറയും അതിൻ്റെ ആ പ്രകൃതി എല്ലാം നമ്മൾ കണ്ട വരയ്ക്കുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ ടവറിലേക്ക് കടക്കാൻ പോവാണ്. അതിൻ്റെ എൻട്രൻസ് ആണത്. ഇതൊരു മ്യൂസിയം ആണെന്ന് തോന്നുന്നു. മ്യൂസിയം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കടക്കുമ്പോൾ കോവിഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ ശുദ്ധമാക്കണം. ഒരു ഇതാണ് ജെല്ലാണ്. ഈ ജെല്ല് പൊട്ടിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് തേക്കണം. ഇത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വിറക് കത്തിക്കുന്നതാണ്. അതൊരു വലിയ കഥയില്ല. പണ്ടത്തെ ഇത് കുന്തം, കത്തി, അവ സാധനങ്ങളാണ്.
ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നിട്ടുണ്ട്. അതായത് വേൾഡ് വാറിന്റെ സമയത്ത് ഇവര് ന്യൂട്രൽ സ്റ്റാൻഡാണ് എടുത്തത്. അതായത് ഞങ്ങൾ രണ്ട് സൈഡിലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ ഇറ്റലിന്റെ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് കുറെ പേര് ഇറ്റലിയിൽ പോയിട്ട് ഇറ്റലിക്ക് വേണ്ടി യുദ്ധം ചെയ്തു. പക്ഷെ നേഷൻ രാജ്യം എന്നുള്ള രീതിയിൽ ഇവര് ന്യൂട്രലായിട്ട് നിന്നു. അതായത് വേൾഡ് വാറിന്റെ സമയത്ത്. പക്ഷെ ആ സമയത്ത് ഓസ്ട്രിയ ഒരു കുറച്ച് ഭാഗം ഇതിന്റെ പിടിച്ചെടുത്തിരുന്നു. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊടുത്തു. പീസ് ട്രീറ്റി ഒക്കെ ഒപ്പിട്ടു. ഇവിടുത്തെ ഈ പോളാംസ് എന്ന് പറയുന്നത് ആർമിയുടെ അവസ്ഥ മോഡിഫൈ ചെയ്ത് കൃഷിക്കാരുടെ എന്താ തൂമ്പകളും കൃഷിക്കാരുടെ ആയുധങ്ങള് അതിൽ നിന്ന് മോഡിഫൈ ചെയ്തെടുത്താണത് ഇവരുടെ ആയുധങ്ങളൊക്കെ. ഈ അവരുടെ മാസ്റ്റേഴ്സിനെതിരെ റബൽ ചെയ്തപ്പോൾ ഉണ്ടാക്കിയ സാധനമാണ്. പിന്നെ വേറൊക്കെ ഈ സംഭവം ഇതല്ല കൊള്ളാട്ടോ. പക്ഷെ ഇതിനകത്തൊക്കെ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏതാ ഇത്? ഈ ടൈപ്പ് തോക്കുകളില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ഉള്ള സംഭവങ്ങള് നല്ല അല്ലല്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പറിൽ കണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പോലീസ് അവർ കണ്ടെടുത്തത് ഈ സാധനങ്ങളൊക്കെ വടിവാൾ. ഇനിയിപ്പോൾ നമ്മൾ ടൗണിന്റെ പുറത്തേക്ക് കടന്നു. അല്ല, ഇതിനെ കുറിച്ച്, അതായത് ഈ സാൻ മരീനയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഏറ്റവും എനിക്ക് രസമായിട്ട് തോന്നിയത് നമ്മുടെ ഇന്ത്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് ഇവിടുത്തെ ഇലക്ഷന്റെ രീതി. എങ്ങനെ ഇലക്ഷൻ? ഇവിടെ 6 മാസം കൂടുമ്പോ ഇലക്ഷൻ ആണ്. അതായത് ഒരാൾക്ക് നിന്നാൽ 6 മാസം ഭരിക്കാം. 6 മാസം ഭരിക്കാം. രണ്ടാമത് കയറാൻ പറ്റില്ല ഉടനെ തന്നെ. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ആ സെയിം ആൾക്ക് നിക്കാൻ പറ്റുള്ളൂ. പിന്നത്തെ സംഭവം എന്ന് പറയുന്നത്, അതായത് ഈ സാൻ മരീനോ എന്ന് പറയുന്നത് ഇറ്റലിയിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് കൺട്രി ആണെങ്കിൽ പോലും അവർക്ക് യൂറോപ്യൻ യൂണിയനിലല്ല അവരുടെ പാസ്പോർട്ട് വ്യത്യസ്തമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ത്യക്കാരൊരു യൂറോപ്യൻ യൂണിയനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ, യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള പോലെ തന്നെ അവർ മറ്റുള്ളവരെ പോലെ നേരെ നിൽക്കുകയൊക്കെ ചെയ്യണം. അവർക്ക് എയർപോർട്ടില്ല സാൻ മരീനോ എന്ന് പറയുന്ന സ്ഥലത്ത്. അവർക്ക് മറ്റ് കമ്പനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എയർപോർട്ടില്ല. അതുകൊണ്ട് അവരെപ്പോഴും ഇറ്റലിയിലേക്ക് പോകണം, എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യണം. സാൻ മരീനോക്ക് പ്രത്യേകിച്ച് സാൻ മരീനോ എന്ന് മരീനോ ആൻഡ് ലയോ എന്ന് പറയുന്ന 2 പേരുണ്ട്. അതായത് ഇത് സാൻ മരീനോ, തൊട്ടപ്പുറത്താണ് ലയോ. അവര് നമ്മൾ കൂട്ടുകാരായിരുന്നില്ലേ? അവര് റോമിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാണ് ഇവിടേക്ക്. കാരണം അവിടത്തെ എംപയറിന്റെ ക്രിസ്ത്യാനികളായതുകൊണ്ട് അവരെ എന്താ പറയണേ, അവരവിടെ ഓടിച്ചു. അവരവിടുന്ന് ഓടിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഓർഡർ വന്നു, അവരെ കൊല്ലാൻ വേണ്ടിട്ട്. അവരെ കൊല്ലാൻ ഓർഡർ വന്നപ്പോൾ അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് ഇവിടെ എത്തിയത്. അവസാനം ഈ 2 വ്യക്തികളും വിശുദ്ധരായി തീർന്നു. അതുകൊണ്ടാണ് ഇവരുടെ ഈ സ്ഥലത്തിന്റെ പേര് സാൻ മരീനോ എന്നും, സാൻ മരീനോ എന്ന് പറയുന്നത് സെയിന്റ്, സാൻ മരീനോ സാൻ ലയോ എന്ന് പറയുന്നത്. ഇത്രയൊക്കെയാണ് സാൻ മരീനയെ കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും ആദ്യത്തെ റിപ്പബ്ലിക്കാണ് സാൻ മരീനോ എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങൾ ഇറ്റലിയിലെ പുതിയ വിശേഷങ്ങളും പുതിയ കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.